നമസ്തേ. ജനൻ ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൊടകരയിൽ സംഭവിക്കുന്നത് എന്താണ്? കുടുങ്ങിയതാണോ അതോ കുടുക്കിയതാണോ? നമുക്ക് വിശദമായി നോക്കാം. സംവാദകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇടത് നിരീക്ഷകനും സഹയാത്രികനുമായ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഒപ്പം BJP നേതാവ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു എന്നിവരാണ് ചേരുന്നത്. മൂന്ന് അതിഥികൾക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇത് പുകമറ എന്നാണ് ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വെച്ച വാദം. പല കാര്യങ്ങളും മറയ്ക്കാൻ, പലതിൽ നിന്നും വഴിതിരിച്ച് വിടാൻ, ചില കാര്യങ്ങൾ ആരും അറിയാതിരിക്കാൻ ഒരു കുതിര കയറ്റമാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാദങ്ങളാണ്. അത് കൃത്യമായി തന്നെ നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കാം. ശ്രീജിത്ത് പണിക്കർ. അല്ല ശ്യാം, ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം മധ്യത്തോടുകൂടി സ്വർണ്ണ കള്ളക്കടത്ത് കേസ് ഉണ്ടായിരുന്ന സമയത്ത് പുകമറ സൃഷ്ടിക്കൽ എന്ന വാദം ഉയർത്തിയിരുന്നത് അന്നത്തെയും ഇപ്പോഴത്തെയും ഭരണകക്ഷിയാണ്. അന്ന് ഈ പുകമറ സൃഷ്ടിക്കുക എന്ന ഒരു വാദം BJP അന്ന് സ്വീകരിച്ചിരുന്നില്ല. പ്രതിപക്ഷ കക്ഷികൾ ആരും തന്നെ അത് സ്വീകരിച്ചിരുന്നില്ല. അപ്പോൾ ഏതൊരു രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചിടത്തോളവും നിലപാടുകളിൽ സ്ഥിരത ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കടത്ത് കേസിനെയും കുഴൽപ്പണ കേസിനെയും തമ്മിൽ തുലനം ചെയ്യാൻ മാത്രമേ ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ എനിക്ക് സാധിക്കുകയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കേസുകളിലും ഒന്നിൽ സ്വർണം എന്നുള്ള ഒരു ദ്രവ്യമായിരുന്നുവെങ്കിൽ ഇവിടെ പണമാണ് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടും അനധികൃതമാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇത് കടത്തിയ ആൾക്കാർ കേൾക്കുന്നത്. രണ്ട് വിഷയങ്ങളിലും വന്നിരിക്കുന്നത് വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാനിതിനെ തുലനം ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു 5 ചോദ്യങ്ങളുണ്ട്. അത് രണ്ടിലും പൊതുവായിട്ടുള്ളതാണ്. സ്വർണ്ണക്കടത്ത് കേസിലാണെങ്കിലും കുഴൽപ്പണ കേസിലാണെങ്കിലും പൊതുവായിട്ടുള്ള 5 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ള വ്യക്തതയുള്ള ഉത്തരം ലഭിച്ചിട്ടില്ല. ആര്, ആർക്കു വേണ്ടി, എത്ര, എന്തിന്, എവിടേക്ക്, ഇങ്ങനെ 5 ചോദ്യങ്ങൾ. ആരാണ് ഇത് കടത്തിയത്? ആർക്കു വേണ്ടിയിട്ടാണ് ഇത് കടത്തിയത്? എത്ര തുക അല്ലെങ്കിൽ എത്ര തൂക്കം സ്വർണം കടത്തി എന്നുള്ളത്? ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? അതുപോലെ ഇത് എവിടേക്കാണ് പോകുന്നത്? ഈ ഒരു ചെയിൻ നമുക്ക് സ്വർണ്ണക്കടത്ത് കേസിൽ കംപ്ലീറ്റഡ് അല്ല. അതുപോലെ തന്നെ കുഴൽപ്പണ കേസിലും ഈ ഒരു ചെയിൻ എന്ന് പറയുന്നത് ഇപ്പോഴും ഓപ്പൺ ആണ്. ഇതിൽ ഏറ്റവും പ്രധാനം, ആദ്യമേ തന്നെ വന്നിരുന്ന ഒരു ആരോപണം, അവിടെ ഒരു പ്രത്യേക തൂക്കത്തിലുള്ള സ്വർണം കടത്തി എടുത്തപ്പോൾ, അതിനെ പിടിച്ചപ്പോൾ അതൊരു സീരീസ് ഓഫ് ഇൻസിഡന്റ് ആയിരുന്നു. അതിൽ ഒന്ന് മാത്രമാണ് പിടിക്കപ്പെട്ടത്. ഇതിനു മുൻപും ഇതേപോലെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായും കൊടകരയിൽ കുഴൽപ്പണം പിടിക്കുമ്പോൾ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും ഒരു ശ്രേണിയിൽ തന്നെ ഉള്ളതാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെയുണ്ട്. ഇത് എന്തിനു വേണ്ടി കടത്തി എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിൽ NIA തന്നെ വന്ന് അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടായത് തന്നെ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അത് വിറ്റുകിട്ടുന്ന പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന രീതിയിലായിരുന്നു. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ പണം കൈമാറ്റം ചെയ്തതാണ് എങ്കിൽ അത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള അൺഅക്കൗണ്ടഡ് മണിയായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ 5 ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് കേസിലേതുപോലെ തന്നെ അതിന് സമാനമായി തന്നെ വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള ഒരു വിഷയമാണ് കുഴൽപ്പണവും. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം BJP ഈ 2 വിഷയങ്ങളിലും സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളാണ്. അപ്പൊ നമുക്കറിയാം, സ്വാഭാവികമായും സ്വർണ്ണക്കടത്ത് കേസ് വരുമ്പോൾ CPM ഭരണത്തിന്റെ കക്ഷി എന്ന രീതിയിൽ അവർ സ്വയം പ്രതിരോധിക്കാൻ ശ്രമിക്കും. എന്നാൽ ദിനം പ്രതി പത്രസമ്മേളനങ്ങൾ വഴി CPM-നെയും സർക്കാരിനെയും വളരെ നിശിതമായിട്ട് വിമർശിക്കുകയും ആക്രമിക്കുകയും ചെയ്ത ആളാണ് ശ്രീ K. സുരേന്ദ്രൻ, BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ. അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു വിഷയം ഉണ്ടായത് April 3-നാണ് എന്ന് നമുക്കറിയാം. പിന്നീട് അതിനുശേഷം ഉണ്ടായിരിക്കുന്ന പല ഡെവലപ്മെന്റുകൾ നമുക്കറിയാം. ആ ഡെവലപ്മെന്റുകൾ ഉണ്ടാകുമ്പോൾ BJP-യുമായിട്ടുള്ള അല്ലെങ്കിൽ RSS-ഉമായിട്ടുള്ള, പൊതുവെ പറഞ്ഞാൽ സംഘപരിവാറുമായി ബന്ധമുള്ള ചില ആൾക്കാർ ഈ പ്രശ്നത്തിൽ ഉൾപ്പെടുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. അങ്ങനെയുള്ള പ്രാദേശിക ഘടകം, ജില്ലാ ഘടകത്തിലുള്ള ആൾക്കാർ, അത് ഒരു ജില്ലയിൽ മാത്രമല്ല, ഇന്ന് രണ്ടാമതൊരു ജില്ലയിൽ നിന്ന് കൂടിയുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരുപക്ഷെ BJP-യുടെ സംസ്ഥാന നേതൃത്വത്തെ ശ്രീ സുരേന്ദ്രനെ ഉൾപ്പെടെ ചോദ്യം ചെയ്തേക്കും എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നു. അപ്പൊ ഈ 2 വിഷയങ്ങളോടുള്ള BJP-യുടെ പ്രതികരണം എങ്ങനെയാണ്? ഒന്ന്, ദിനം പ്രതി പത്രസമ്മേളനങ്ങൾ നടത്തി സർക്കാരിനെ വളരെ നിശിതമായിട്ട് ആക്രമിക്കുമ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം പോലും BJP സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നും ആ പ്രതിരോധം വളരെ ദുർബലമാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇതിൽ എനിക്ക് തോന്നുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് തെരഞ്ഞെടുപ്പ് വന്നിരുന്ന സമയത്ത് ചെങ്ങന്നൂർ സീറ്റുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായി. ബാലശങ്കർ വിഷയം അവിടെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ബാലശങ്കർ ചില വാദങ്ങൾ ഉയർത്തുമ്പോൾ ആ വാദങ്ങളെ ആ നിമിഷത്തിൽ തന്നെ ഖണ്ഡിക്കുന്നതിന് RSS BJP നേതൃത്വം തയ്യാറായതാണ്.
അതേ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ വാദങ്ങളെ തള്ളിയതാണ്. എന്നാൽ നേരെ മറിച്ച് ഇവിടെ RSSുമായി ബന്ധമുള്ള ധർമ്മരാജൻ എന്ന പേരിലുള്ള ഒരാൾ ഈ വിഷയത്തിൽ ഉൾപ്പെടുന്നു. ഈ നിമിഷം വരെയും അദ്ദേഹം വാദിയാണ് എന്നുള്ളത് വേറൊരു വിഷയം. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വളരെ വലിയൊരു തുക, അദ്ദേഹം പറയുന്ന തുകയേക്കാൾ കൂടുതൽ പിടിക്കപ്പെടുകയും അതിനേക്കാൾ കൂടുതൽ തുക ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം വരുന്ന സമയത്ത് RSS BJP പ്രതികരണം എന്ന് പറയുന്നതിന് ഇത്ര മൂർച്ച പോരാ എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ശ്രീ P. ശിവശങ്കർ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആൾ, ഇതിൽ ഇൻവോൾവ് ആയിരുന്നു. അദ്ദേഹം നടത്തിയിരുന്ന പല ഫോൺ കോളുകളും, അത് പ്രത്യേകിച്ച് കസ്റ്റംസ് ഓഫീസിലേക്കും മറ്റും നടത്തിയിരിക്കുന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ നീക്കം ചെയ്യണമെന്നും അത് അന്വേഷിക്കണമെന്നും പറഞ്ഞ് പ്രധാന പ്രശ്നം ഉണ്ടാക്കിയിരുന്നത് BJP തന്നെയാണ്. കോൺഗ്രസ് പോലും ഒരു വേള അത്ര ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചില്ല എന്നുള്ളത് നോക്കണം. അപ്പൊ ഇവിടെ പണം കൊണ്ടുവരുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് ചില സൗകര്യങ്ങൾ BJPയുടെ തൃശൂർ പ്രാദേശിക ഘടകം ഒരുക്കിയിട്ടുണ്ട് എങ്കിൽ, അത് അദ്ദേഹത്തിന് താമസിക്കാനുള്ള സൗകര്യമായിക്കോട്ടെ, യാത്രയ്ക്കുള്ള സൗകര്യമായിക്കോട്ടെ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ പേരിൽ ജില്ലാ നേതാക്കളെ ചോദ്യം ചെയ്യുന്നത് അസ്വാഭാവിക നടപടിയല്ല. സ്വാഭാവികമായിട്ടും അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സൗകര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്ന ആൾക്കാരെ ചോദ്യം ചെയ്യുക എന്നതും ആ ഫോൺ കോളുകളുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നതും ഒരു സ്വാഭാവിക നടപടിയാണ്. ഇനി മറ്റൊന്നും കൂടി ഞാൻ പറയാം. നമുക്ക് യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ട് PSC വിഷയം പുറത്തു വരുന്നത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തിക്കുത്താണ്, വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ പ്രശ്നം. ഇവിടെ സമാനമായ രീതിയിൽ പാർട്ടിയിലെ ചില ആൾക്കാർ തമ്മിൽ ഒരു കത്തിക്കുത്ത് പ്രശ്നം ഉണ്ടാവുകയും ആശുപത്രി പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടതാണ്. ആ സമയത്തും യൂണിവേഴ്സിറ്റി കോളേജിലെ വിഷയത്തിനോട് പ്രതികരിച്ചതിന്റെ അതേ രീതിയിൽ തുലനം ചെയ്യാവുന്നത് പോലെ BJPയുടെ നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് ശ്രീ K. സുരേന്ദ്രൻ പത്രസമ്മേളനം നടത്തിയെന്ന് ഞാൻ കണ്ടു. അത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ശ്രീമതി CK ജാനുവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും പാർട്ടി അല്ലെങ്കിൽ വ്യക്തി പണം നൽകി എന്ന രീതിയിലുള്ള വിഷയങ്ങളാണെങ്കിലും ഇതിലൊന്നും തന്നെ കൃത്യമായ രീതിയിലുള്ള പ്രതിരോധം ഉയർത്തുന്നതിനോ ഇപ്പോൾ വാർത്തകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ കൃത്യമായി അഡ്രസ് ചെയ്യുന്നതിനോ BJPയുടെ സംസ്ഥാന അധ്യക്ഷന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു വീഴ്ചയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് കള്ളപ്പണമാണ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്, അല്ലേ? ഇപ്പോൾ വെറുതെ ഒരു സംശയം, ഇപ്പോൾ ശ്രീത്തു ആ സംശയം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു അവകാശി വരികയാണ്, ഇതെൻ്റെ പണമാണ്, കൃത്യമായ രേഖകളുമായി വരുമ്പോൾ പിന്നെ ഈ വിവാദങ്ങൾക്ക് എന്തടിസ്ഥാനമെന്ന് ചോദിച്ചാൽ അതെങ്ങനെ? ശ്രീത്തു ആ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അല്ല, തീർച്ചയായും നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ നമുക്ക് കേട്ട് പരിചയമുള്ള, നമുക്ക് കണ്ട് പരിചയമുള്ള കുഴൽപ്പണ കേസുകളുമായി വ്യത്യാസമുണ്ട് ഈ കൊടകരയിലെ വിഷയത്തിന്. കാരണം സാധാരണ രീതിയിൽ പോലീസ് ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് കുഴൽപ്പണം കൈമാറ്റം ചെയ്യുന്ന ആൾക്കാരെ ഈ പണത്തോടു കൂടിയാണ് എല്ലാ കേസുകളിലും പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ചാർജ് ചെയ്യുന്ന കേസിന്റെ സ്വഭാവം എന്നത് തന്നെ കുഴൽപ്പണ വേട്ട എന്ന രീതിയിലാണ്. നേരെ മറിച്ച് കൊടകരയിൽ സംഭവിച്ചിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ ഒരു കുഴൽപ്പണ കേസല്ല. അവിടെ ഒരാളിന്റെ വണ്ടി ഒരു അപകടം ഉണ്ടാക്കുന്നു, അതിൽ നിന്ന് പണം തട്ടുന്നു എന്ന് പറയുമ്പോൾ അഗ്രീവ്ഡ് ആയിട്ടുള്ള പാർട്ടി, അത് ശ്രീ ധർമ്മരാജൻ എന്ന് പറയുന്നയാൾ, അദ്ദേഹം പോലീസിൽ കൊടുത്തിരിക്കുന്ന ഒരു കേസിൽ അദ്ദേഹം പറയുന്നത് തന്റെ പക്കലുണ്ടായിരുന്ന പണം ആക്രമിക്കപ്പെട്ട് ആൾക്കാർ മോഷണം ചെയ്ത് കൊണ്ടുപോയി എന്നാണ്. അപ്പൊ ഇത് നിലവിൽ ഒരു മോഷണ കേസാണ്. അതിൽ പറയുന്ന തുക എന്ന് പറയുന്നത്, അദ്ദേഹം ക്ലെയിം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ തുക എന്ന് പറയുന്നത് 25 ലക്ഷമാണ്. അപ്പൊ നാളെ ഇത് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ്ട് 1.25 കോടി രൂപയോളം റിക്കവർ ചെയ്തിട്ടുണ്ട് ആൾക്കാരിൽ നിന്ന്. അത് തന്നെയുമല്ല, അത് 3.5 കോടി രൂപയാണ് എന്ന വാർത്തകളും വരുന്നു. അപ്പൊ ഇത് ഒരു കേസായിട്ട് വരുമ്പോൾ ഞാൻ പറയുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള സംശയം, അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള കുഴൽപ്പണ കേസുകളൊക്കെ തന്നെ അന്വേഷണം എങ്ങും എത്താതെ പാതി വഴിയിൽ നിന്നു പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 25 ലക്ഷം രൂപയ്ക്ക് മാത്രമേ ഞാൻ നോക്കിയിട്ട് ആ പരാതി പ്രകാരം ഈ ധർമ്മരാജൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അതിന് ഉത്തരവാദിത്തമുള്ളൂ. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ പണം നൽകിയിരിക്കുന്നത് ഞാനാണെന്നും പറഞ്ഞ് നാളെ മറ്റൊരാൾ വന്നാൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു സോഴ്സ് ഉണ്ട് എങ്കിൽ ഒരുപക്ഷെ നിസ്സാര പിഴത്തുക എന്തെങ്കിലും അടച്ചതിന് ശേഷം രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പണം എന്ന് അല്ലെങ്കിൽ ഈ കേസ് എന്ന് പറയുന്നത് കുഴൽപ്പണ കേസ് എന്നത് മാറി അതിന്റെ ഒറിജിനൽ മെറിറ്റിൽ അതൊരു മോഷണ കേസ് മാത്രമായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെ എങ്ങനെ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോലീസ് സംവിധാനത്തിന് കഴിയും എന്നുള്ളത് വളരെ പ്രസക്തമാണ്. കാരണം പ്രത്യക്ഷത്തിൽ ഇത് വന്നിരിക്കുന്ന ഒരു കുഴൽപ്പണ കേസായിട്ടല്ല, അന്വേഷണം നടക്കുമ്പോഴാണ് ഈ കുഴൽപ്പണം എന്നത് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന, നമ്മുടെ പരിചയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള കുഴൽപ്പണ കേസുകളിലൊക്കെ തന്നെ അന്വേഷണം പല ഘട്ടങ്ങളിൽ വഴിമുട്ടി നിൽക്കുന്നത് പോലെയുള്ള ഒരു സാഹചര്യം ഇതിലും ഉണ്ടാകാൻ സാധ്യത. തീർച്ചയായും എന്തായാലും അത് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ശ്രീജിത്ത്, ആമുഖമായി ശ്രീജിത്ത് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ശ്രീജിത്ത് ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ്. ഇതിൽ ആര്, എന്ത്, എന്തിനു വേണ്ടി, എങ്ങോട്ട്, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു മറുപടി നൽകേണ്ടത് കൃത്യമായിട്ട് അന്വേഷണ സംഘമായിരിക്കും, അല്ലേ?
എന്തുകൊണ്ട് ഇത്രയും നാളായിട്ടും അന്വേഷണ സംഘത്തിന് കൃത്യമായി അതിന് മറുപടി നൽകാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യം. കാരണം ഇന്നും കെ സുരേന്ദ്രൻ മുന്നോട്ട് വെച്ച ഒരു വെല്ലുവിളി പോലെ അദ്ദേഹം പറഞ്ഞത് 2 മാസമായിട്ടും കൃത്യമായി തന്നെ ഏതെങ്കിലും കാര്യങ്ങൾ ശരിയാണോ അത് തെളിയിക്കാൻ പോലും അന്വേഷണ സംഘത്തിന് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക്, ചില മാധ്യമങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഉറഞ്ഞുതുള്ളി BJPക്കെതിരെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ പോലും ശരിയാക്കാൻ അല്ലെങ്കിൽ ശരിയാകുന്നില്ല എന്നൊരു വെല്ലുവിളിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ശ്രീ അസ്കർ, ഇനി സർക്കാരിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ബോള്. ഇനി ഗോൾ അടിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെ ഈ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകാൻ പാടില്ല എന്നൊക്കെയാണ് CPM തന്നെ ചിലരൊക്കെ പറയുന്നത്. കാരണം ഇതിങ്ങനെയൊന്നും വിട്ടാൽ പറ്റില്ല, ഇതിലൊക്കെ കുറച്ചുകൂടി ഒരു കടുത്ത വകുപ്പുകളൊക്കെ ചുമത്തണം എന്നൊക്കെ ആവശ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഇപ്പോഴും ഈ പണം BJPക്ക് വേണ്ടിയാണെന്ന് തെളിയിക്കാൻ സാധിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അല്ല, അന്വേഷണ സംഘത്തെ വാർത്താ പ്രാധാന്യങ്ങൾ, അന്വേഷണ സംഘം നടത്തേണ്ട വാർത്താ സമ്മേളനങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ അടുത്ത കാലത്ത് ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘങ്ങൾക്ക് വാർത്തകൾ നൽകുന്നതിനും മാധ്യമങ്ങളോട് വിവരങ്ങൾ നൽകുന്നതിനും ചില നിബന്ധനകൾ ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടേതായി നിലവിലുള്ളത് കൊണ്ട് കൂടിയായിരിക്കാം അന്വേഷണ സംഘം അത്തരം വാർത്തകൾ പൊതുമാധ്യമങ്ങൾക്ക് വിടാതിരിക്കുന്നത്. അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇത് ആര്, ആർക്ക്, എന്തിന്, എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ ഉത്തരം തരുന്ന രീതിയിലാണ് ഇന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തി ഒരു ഘട്ടത്തിലും നമുക്ക് അത്തരം വളച്ചൊടിക്കലുകൾ ഈ കാര്യത്തിൽ നിലനിൽക്കുന്നതല്ല. ഒന്ന്, ധർമ്മരാജൻ ഈ കൊടകരയിൽ നടക്കുന്ന ഈ പണം തട്ടിക്കൊണ്ടു പോവുക അല്ലെങ്കിൽ റോബറി നടക്കുന്നത് 2-ാം തീയതിയാണ്. 4 ദിവസം കഴിഞ്ഞു മാത്രമാണ് ധർമ്മരാജൻ ഈ പരാതി നൽകുന്നത്. അതും 25 ലക്ഷം രൂപ മാത്രമാണ് തന്റെ കൈവശം ഉണ്ടായിരുന്നത്, നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 1.25 കോടി രൂപയുടെ റിക്കവറി മാത്രം നടന്നിരിക്കുന്നു അതിലെ പ്രതികളുടെ കൈകളിൽ നിന്ന്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ തുക എത്ര വലുതായിരുന്നു, എത്ര വലിയ തുകയായിരുന്നു കടത്തിക്കൊണ്ടുവന്നിരുന്നത് എന്നുള്ളതിന്റെ സൂചനകൾ നമുക്ക് മാധ്യമങ്ങളിലൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ വളരെ കൃത്യമായി ഇക്കാര്യം ആരാണ് ധർമ്മരാജൻ എന്ന് ധർമ്മരാജന്റെ നാളിതുവരെ BJPയോ സംഘപരിവാർ സംഘടനകളോ തള്ളി പറഞ്ഞിട്ടില്ല. ധർമ്മരാജൻ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനാണെന്ന് കോഴിക്കോടുള്ള മുഴുവൻ ആളുകൾക്ക് അറിയാം. ധർമ്മരാജന് പണം നൽകി എന്ന് പറയുന്ന ശ്രീ സുനിൽ നായിക്കും താൻ പണം നൽകിയെന്നാണ് അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തിട്ടുള്ളത്. അപ്പോ സുനിൽ നായിക്ക് ആരാണെന്നുള്ളത് കൃത്യമായിട്ട് സംഘപരിവാർ സംഘടനകൾക്കും അതുപോലെ BJPയുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രനുമായി സുനിൽ നായിക്കിനുള്ള അടുപ്പവും ഒക്കെ തന്നെ വളരെ കൃത്യമായി പൊതുമധ്യത്തിൽ പൊതുസമൂഹത്തിന് മുന്നിലുമുള്ളതാണ്. അപ്പൊ ഇനി മറച്ചുവെക്കാൻ പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ല. നമ്മുടെ നാട്ടിൽ ഒരു നിയമമുള്ള സാഹചര്യം 2 ലക്ഷം രൂപയിലധികം പണമായി തന്നെ കൈകാര്യം ചെയ്യുന്നതിന് നിയമപരമായി നിയന്ത്രണമുള്ള ഒരു നാട്ടിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ആ നിയന്ത്രണവും കൊണ്ടുവന്നത് രാജ്യത്തെ കള്ളപ്പണം ഇല്ലാതാക്കുന്നതിനു വേണ്ടി നോട്ട് നിരോധനം കൊണ്ടുവന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന ഘടകമാണ് ഇപ്പൊ ഈ പെടാപ്പാടുപെടുന്നത്. അത്തരത്തിൽ അതിനെ കാണാത്തതിന് പകരം നമ്മുടെ രാജ്യത്തെ രാജ്യദ്രോഹ കുറ്റം ചെയ്യും. അല്ല ശ്രീ ഹസ്കർ, ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. എനിക്ക് ഒരുപക്ഷെ താങ്കൾക്ക് ആഭ്യന്തര വകുപ്പ് കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയൊക്കെ വളരെ അടുപ്പമുള്ള ഒരാൾ കൂടിയാണ് താങ്കൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് താങ്കൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇപ്പോഴും എൻ്റെ ഒരു സംശയമാണ്, BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ കള്ളപ്പണ ഇടപാട്, കള്ളപ്പണം അല്ലെങ്കിൽ കവർച്ച എങ്ങനെ വേണേൽ വിളിച്ചോളൂ, ഇതുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. അതായത് കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടാണ് ഈ പണം കൊണ്ടുവന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫൈൻഡിങ്സ് നമ്മുടെ കയ്യിലുണ്ടോ? അല്ല, നിലവിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി നാം മനസ്സിലാക്കേണ്ടത് സുനിൽ നായിക്ക് പണം ധർമ്മരാജനെ ഏൽപ്പിച്ചു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ഇത് BJPയുടെ പാലക്കാട് ഘടകത്തിലേക്ക് കൊടുക്കുന്നതിനും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് ആവശ്യമായി ഉപയോഗിക്കുന്നതിലേക്കുമാണ് കൊണ്ടുവന്നത് എന്നുള്ളതും വളരെ കൃത്യമായി തെളിവുകൾ പോലീസിന്റെ പക്കലുണ്ട് എന്ന് തന്നെയാണ് നമുക്കിപ്പോ അനുമാനിക്കാൻ കഴിയുന്നത്. അത് തന്നെയായിരിക്കും അതിന്റെ സാഹചര്യങ്ങൾ കൂടി, ആ കേസിന്റെ മുഴുവൻ സാഹചര്യങ്ങളൂടെ മനസ്സിലാക്കുമ്പോൾ കൃത്യമായി ഇതിന്റെ ബെനിഫിഷ്യറിയും കൊടുത്തുവിട്ടത് ആരാണെന്നുള്ളതും കൃത്യമായി തെളിവുകളുണ്ട്. പക്ഷെ ഇതിൽ ആസൂത്രണം, ഈ പണം തട്ടിയെടുക്കുന്നതിന് ആസൂത്രണം ചെയ്തിട്ടുള്ള ആളുകളെ കൂടി ഇതിന്റെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരണം. കാര്യം ഇത് റോബറിയാണ്. ആ റോബറിയിലെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഇത്ര വലിയ തുക തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കൊടുത്തുവിട്ടത് അത് കള്ളപ്പണമാണ്,
ആ കള്ളപ്പണം ഇതുപോലെ BJP പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, സുരേന്ദ്രനെ പോലുള്ള ഒരു വളരെ കൃത്യമായി വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ ഒരിക്കലും ചെന്നുപെടാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം. അല്ല, എനിക്കൊരു സംശയം കൂടി ശ്രീ ഹസ്കർ, ഞാനിങ്ങനെ ഇടപെട്ട് ചോദിക്കുന്നതുകൊണ്ട് ദയവായി ഒന്നും തോന്നരുത്. ഞാൻ വീണ്ടും ഒരു സംശയം ചോദിക്കുകയാണ്. ചിലപ്പോൾ ട്രോളന്മാരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും, അതുകൊണ്ടാണ് ഞാനത് ഇടപെട്ട് ചോദിക്കുന്നത്. ഈ പ്രതികളെ കൂടി ഒന്ന് കൃത്യമായി തന്നെ ഉൾപ്പെടുത്തിയിട്ടാണല്ലോ അന്വേഷണം പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ BJP നേതൃത്വം, ജില്ലാ നേതൃത്വം ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്, എനിക്ക് തോന്നുന്നു തൃശ്ശൂർക്കാരനായിട്ടുള്ള ഒരു ആൾ തന്നെയാണ് BJPയെ പ്രതികരിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഈ കത്തിക്കുത്തും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുമായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ അസ്കർ, അങ്ങനെയെങ്കിൽ ഈ പ്രതികളെ കൂടി ഉൾപ്പെടുത്തിയുള്ള അന്വേഷണം ആകുമ്പോൾ ആ പ്രതികളിൽ പലരും പല രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലേക്കൊരു അന്വേഷണം പോകുന്നില്ലേ എന്നൊരു ചോദ്യമാണ് ഈ BJP മുന്നോട്ട് വെക്കുന്നത്. പ്രതികൾ അതിൽ ചുമതല ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കുറ്റാരോപിതരായിട്ടുള്ള ആളുകളുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിനപ്പുറം ഇതിന്റെ സാഹചര്യ തെളിവുകൾ BJPയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം BJPയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായി വളരെ അടുപ്പം കൊള്ളുന്ന ധർമ്മരാജനാണ് ഈ കേസിലെ വാദി എന്റെ കയ്യിൽ നിന്നു നമ്മുടെ സ്വാഭാവികമായ ഒരു മനുഷ്യന്റെ സ്വാഭാവിക പ്രകടനം എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് തുക ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മുടെ ഒരു പേഴ്സ് നഷ്ടപ്പെട്ടാൽ നാം ഉടനെ അടുത്ത നിമിഷം തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന സ്ഥലത്താണ്. 4 ദിവസം കഴിഞ്ഞിട്ടാണ് ധർമ്മരാജൻ 25 ലക്ഷം രൂപ, അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ തൽക്കാലം നമുക്ക് വിശ്വസിക്കാം, 25 ലക്ഷം രൂപയെങ്കിൽ ആ 25 ലക്ഷം. എനിക്ക് ഓർമ്മ വരുന്നത്, സാന്ദർഭികമായിട്ടൊന്ന് പറഞ്ഞോട്ടെ ശ്രീ അസ്കർ, സ്വപ്നയുടെ ഒരു മൊഴി വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ ഇതേ ഫ്ലോറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, താങ്കൾ ധർമ്മരാജനെ നമുക്ക് വിശ്വസിക്കാം. യെസ്, തുറന്നോളൂ. തൽക്കാലം നമുക്ക് ധർമ്മരാജനെ തീർച്ചയായും. ധർമ്മരാജൻ പറഞ്ഞത് 25 ലക്ഷം രൂപ തൻ്റെത് നഷ്ടപ്പെട്ടിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് ആ പരാതി കൊടുക്കുന്നത്. ആ സാഹചര്യം ഈ കേസിന്റെ ഏറ്റവും വലിയ ദുരൂഹതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. 2, ഈ തുക റിക്കവർ ചെയ്ത തുക 1.5 കോടി രൂപയ്ക്ക് അടുത്ത് തന്നെ ഇപ്പോൾ എത്തും. അപ്പൊ ആ സാഹചര്യങ്ങൾ കൃത്യമായി മാധ്യമങ്ങളിലൂടെ വരുന്ന 3.5 കോടി രൂപയിലേക്ക് വരുന്നു. 2, നമ്മുടെ സംസ്ഥാനത്ത് BJP പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വന്നു ചേരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ്, രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അത്തരം രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് BJP കൊണ്ടെത്തിക്കുന്നതിൽ ഇത്തരം സാമ്പത്തിക ഇടപാട്, കാരണം BJP പോലുള്ള ദേശസ്നേഹത്തെ ഏറ്റവും കൂടുതൽ മുറുകെ പിടിക്കുന്ന ഒരു പ്രസ്ഥാനം, രാജ്യദ്രോഹത്തിനെ എതിർത്ത് എപ്പോഴും ആക്രോശിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്, സംഘപരിവാർ സംഘടനകൾക്ക് ഇതെന്തു പറ്റി? ഈ രാജ്യത്തെ സാമ്പത്തിക ഘടനയെ ബാധിക്കുന്ന കുഴൽപ്പണക്കാരായി, പണം ഡിജിറ്റലായി അല്ലാതെ തന്നെ കൈകാര്യം ചെയ്യുന്നവരായി മാറുന്ന തരംതാണ രാഷ്ട്രീയ നിലപാടിലേക്ക് കേരളത്തിലെ BJP. തീർച്ചയായും നമുക്കത് വിശദമായി പരിശോധിക്കാം. അത് തന്നെയാണല്ലോ നമ്മുടെ ഒരു കൃത്യമായി തന്നെ ഒരു ധർമ്മം, അത് തന്നെയാണല്ലോ, നമുക്കത് പരിശോധിക്കാം. തീർച്ചയായും ഇതിൽ ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ശ്രീ ഹസ്കർ നിന്ന് ഞാനൊരു 25 ലക്ഷം രൂപ അങ്ങ് അടിച്ചു മാറ്റി. ഹസ്കർ ഇങ്ങനെ പോവുമായിരുന്നു പൈസയും കൊണ്ട്, അപ്പം ഞാനതങ്ങ് അടിച്ചു മാറ്റി. അപ്പോൾ അടിച്ചു മാറ്റി അങ്ങ് പരാതി കൊടുത്തു, പോലീസ് കൃത്യമായിട്ട് അന്വേഷണം നടത്തി എന്നെ പിടികൂടിയപ്പോൾ എൻ്റെ കയ്യിൽ 50 ലക്ഷമുണ്ട്. അപ്പോൾ പോലീസ് പറയുകയാണ് ഈ 50 ലക്ഷവും അസ്കർ തന്നെയാണ്. എന്നിട്ട് അസ്കറിനെ വിളിച്ച ആൾക്കാർ, അസ്കറുമായി ബന്ധപ്പെട്ട ആളുകൾ, അസ്കർ ആരൊക്കെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വസതി പോയിട്ടുണ്ട് അദ്ദേഹവുമായും ഒക്കെ പിന്നെ അന്വേഷണം അങ്ങനെ അങ്ങ് പോവുകയാണ്. ഇതെൻ്റെ ഒരു സംശയമാണ്, നമുക്ക് വിശദമായി നോക്കാം. ശ്രീ ഉല്ലാസ് ബാബുവിലേക്ക് തിരിച്ചെത്താം. ഉല്ലാസ് ബാബുവിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്, കൂടുതൽ സമയം ആവശ്യമാണ്, പെട്ടെന്ന് തിരിച്ചെത്താം, ഒരു ചെറിയ ഇടവേള. ഉല്ലാസ് ബാബു, അങ്ങ് ഞെട്ടിക്കോളൂ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. പുതിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കെ സുരേന്ദ്രൻ എന്ന താങ്കളുടെ നേതാവിനെ ഉടൻ തന്നെ ചോദ്യം ചെയ്യും. എന്താണ് വെളിപ്പെടുത്തലുകൾ എന്നാണ് വളരെ പ്രധാനമായും ചോദിക്കാനുള്ളത്. ആരാണ് വെളിപ്പെടുത്തിയെന്നൊരു ചോദ്യം കൂടി ഈ ഉള്ളവൻ്റെ വക. എല്ലാം സംസ്ഥാന നേതൃത്വത്തിന് അറിയാമെന്ന ആലപ്പുഴ ജില്ലാ ട്രഷറർ കർത്തായുടെ മൊഴിയാണ് സുരേന്ദ്രനെ കുടുക്കിയത്. മറ്റു ചില നേതാക്കളുടെ മൊഴി കൂടി എടുക്കണം, അതിനുശേഷം സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞതായി ചില മാധ്യമങ്ങൾ. ചില മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികളെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യും. ശ്രീ ഉല്ലാസ് ബാബു, താങ്കളും സ്ഥാനാർത്ഥിയായിരുന്നു. 3.5 കോടി വരുന്ന കാര്യം പല BJP നേതാക്കൾക്കും അറിയാമായിരുന്നു. കൃത്യമായി തന്നെ എല്ലാവരും ഇക്കാര്യത്തിൽ വലിയ രീതിയിൽ അറിവുള്ളവരായിരുന്നു.
നേതാക്കളുടെ മൊഴി പൊരുത്തപ്പെടുന്നില്ലെന്ന് വിലയിരുത്തലുണ്ട്. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലെന്ന് വിലയിരുത്തലുണ്ട്. ഞെട്ടിയോ ശ്രീ ഉല്ലാസ് ബാബു? കേൾക്കാം, പറഞ്ഞു. പറയാമല്ലോ, ഇതിന് പ്രത്യേകിച്ച് ഒന്നും ഞെട്ടാനില്ല. പോലീസിനെ സംബന്ധിച്ച് ഇതിൽ 2-3 കാര്യങ്ങളാണ് എനിക്ക് സമയം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വിഷയത്തിനകത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് രാഷ്ട്രീയം, ഇതിനകത്ത് 3 കാര്യങ്ങൾ. ഒരു നിമിഷം സൂമിലായതുകൊണ്ട് കേൾക്കാതെ മുന്നോട്ട് പോകാനേ പറ്റില്ല. അതുകൊണ്ട് ഒറ്റ നിമിഷം ശ്രീ ഉല്ലാസ് ബാബു ഒന്ന് സൂമിലെ മ്യൂട്ട് ഒന്ന് മാറ്റാമോ? കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. തുറന്നു. ഇതിനകത്ത് 3 കാര്യങ്ങളാണ് ശ്രീ ശ്യാം ബാബു നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് രാഷ്ട്രീയം, അതിനകത്ത് ആ രാഷ്ട്രീയ താല്പര്യമുള്ളവരുടെ ലക്ഷ്യം, അവർ ആഗ്രഹിക്കുന്ന റിസൾട്ട് എന്താണ്? ഈ 3 കാര്യങ്ങൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യണം. ശ്യാം ബാബു ചോദിച്ച എല്ലാ വിശദമായ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം തരാം. ആദ്യം എന്താണ് ഇതിനകത്ത് രാഷ്ട്രീയം? ഇതിനകത്ത് രാഷ്ട്രീയം കേരളത്തിലെ അധികാരത്തിൽ വന്നൊരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് അവർ ചെയ്യേണ്ട വിവിധ പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കും. കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് ശക്തമായിട്ടുള്ള വീഴ്ചകൾ പരിപൂർണമായിട്ട് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നു. മരണ റിപ്പോർട്ട് അടക്കം മാറ്റിവെക്കപ്പെടുന്നു, പൂഴ്ത്തപ്പെടുന്നു. ഇവിടൊക്കെ വരുന്ന വാക്സിനുകൾ പോലും ബൈപ്പാസ് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ എത്തിക്കുന്ന സാധിക്കുന്നില്ല. ജനങ്ങൾ പാനിക് ആവുന്നു. സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥാവിശേഷം കേരളത്തിൽ സംഭവിതമായിരിക്കും. ഇതിനകത്തൊക്കെ രാഷ്ട്രീയപരമായിട്ട് അതിൽ നിന്നൊരു എസ്കേപ്പിസം കാണിക്കേണ്ട ഒരു ബാധ്യത കേരളത്തിലെ സർക്കാരിനുണ്ട്. ആ സർക്കാർ ആ എസ്കേപ്പിസം കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതര രാഷ്ട്രീയ സംഘടനകളുടെ വേട്ടയാടുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരുന്നത്. എന്താണ് അവർ അതിനകത്ത് ലക്ഷ്യമിടുന്നത്? അതിനകത്ത് ലക്ഷ്യമിടുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇലക്ഷനിൽ ഒരുമിച്ച് കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താവിനെ കൊണ്ടുപോയിക്കൊണ്ട് BJP തകർക്കാൻ എടുത്ത ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. ആ നിലപാട് തന്നെയാണ് നിയമസഭയിലും അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് അവരങ്ങനെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു. ഇപ്പുറത്ത് അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നു കൊണ്ട് കേരളത്തിനകത്തെ വഴിയിൽ പോകുന്ന സകലവിധ പാപഭാരങ്ങളുടെയും ഭാണ്ഡവം പേരേണ്ടവർ BJP-കാരാണെന്നുള്ള വസ്തുത വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം അവർ ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അത് പ്രായോഗികമായിട്ട് ഏറ്റെടുക്കേണ്ട ബാധ്യതയൊന്നും BJP-ക്ക് ഇല്ല. മൂന്നാമത്തെ കാര്യം, അതിന്റെ ഫലപ്രാപ്തി എന്താണ്? BJP-യെ കുറിച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ട് BJP-യെ രാഷ്ട്രീയ തെരുവിൽ നിന്ന് മാറ്റണമെന്നുള്ള ഒരു ദുരുദ്ദേശപരമായിട്ടുള്ള തീരുമാനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സർക്കാരിനും ഉണ്ട്. എന്താണ് അതിനകത്ത്? നിയമസഭയിലെ അംഗബലം അനുസരിച്ചല്ല BJP കേരളത്തിൽ ഭരിക്കുന്ന സർക്കാരിനെതിരെയും സർക്കാരിന്റെ ജനദ്രോഹ നിലപാടുകൾക്കെതിരെയും ഒക്കെ പ്രതികരിക്കാറ്. ഞങ്ങൾ തെരുവിൽ ശക്തമായി ജനകീയ പ്രക്ഷോഭങ്ങളുടെ രംഗത്ത് വരുമ്പോൾ അത് പലരെയും വിറപ്പിച്ചിട്ടുണ്ട്, പലർക്കും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതിരുന്നിട്ടുണ്ട്. അപ്പോ BJP-യെ അങ്കലാപ്പിൽപ്പെടുത്താനും BJP-ക്ക് നേരെ ഇതുപോലെയുള്ള പോലീസിനും ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറിപ്പിക്കുന്ന ഒരു പ്രവർത്തന രീതി നടമാടിക്കൊണ്ടിരിക്കുന്നത്. 2, ഓരോ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വസ്തുതക്കപ്പുറത്ത് നിന്നുകൊണ്ടല്ലേ ഇപ്പോ കേരളത്തിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. ഞങ്ങൾക്ക് എന്തിനാണ് ഞെട്ടേണ്ട കാര്യം ശ്രീ ശ്യാം ബാബു? മടിയിൽ കനമില്ലാത്തവനെ വഴിയിൽ പേടിക്കാൻ ആവശ്യമില്ല ശ്യാം ബാബു. ഇതിനേക്കാൾ വലിയ വിഷയങ്ങൾ BJP-യെ തകർക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ അണികളുടെയും പ്രതിസന്ധികൾ മാനസിക സംഘർഷത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലേക്ക് പല രീതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ അണികൾക്കും, ഒരു പ്രവർത്തകർക്കും, ഒരു നേതാക്കന്മാർക്കും ഒരു ഞെട്ടലും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഈ കവർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ട് BJP-ക്ക് യാതൊരുവിധ ബന്ധമില്ലെന്ന് മാത്രമല്ല, സംസ്ഥാനത്തിനോ ജില്ലക്കോ BJP-യുടെ ഒരു അണികൾക്കോ ഒന്നും യാതൊരുവിധ ബന്ധങ്ങളും ഇതിനകത്തില്ല. BJP-യുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകളിലേക്ക് ഇത് കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന പ്രവണത അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇടപെടലുകളാണ്. അതിനകത്ത് അവർ സർക്കാരിന്റെ ഭാഗത്ത് നിൽക്കുന്ന പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവർത്തനത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. നിങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന ആളെ വിളിക്കുന്നു, നാളെ ആളെ വിളിക്കുന്നു. ഇതൊരു സ്ഥിരം പരിപാടിയാണ്. ഒരാൾക്ക് നോട്ടീസ് കൊടുക്കുന്നു, അദ്ദേഹം വരുന്നു. നാളെ മറ്റൊരാൾക്ക് നോട്ടീസ് കൊടുക്കുന്നു, അദ്ദേഹം വരുന്നു. അപ്പോഴേ പത്രക്കാര് വടിയും കോലുമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്തു? ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, പോലീസ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു എന്നാണ് അവരുടെ ആവശ്യം. ചോദ്യം ചെയ്യാൻ വിളിക്കുന്നുണ്ടാവാം, ക്ലാരിഫിക്കേഷൻ വിളിക്കുന്നുണ്ടാവാം, ചോദിച്ചറിയാൻ വിളിക്കുന്നുണ്ടാവാം, പല കാര്യങ്ങളുടെയും സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ വിളിക്കുന്നുണ്ടാവാം, പല കാര്യങ്ങളും അന്വേഷിച്ചറിയാൻ വിളിക്കുന്നുണ്ടാവാം. ഇതൊക്കെ ഓടി വന്ന് BJP പ്രതിക്കൂട്ടിലേക്ക്. കൊട്ടകരയിൽ ഒരുപാട് ചോദ്യങ്ങൾ, ഒരു ചോദ്യവുമില്ല എന്റെ ശ്യാം ബാബു, ഒരു ചോദ്യവും. പക്ഷേ ശ്രീ ഉല്ലാസ് ബാബു, നിങ്ങൾ ചെയ്യേണ്ടത് ഇതായിരുന്നില്ല. പ്രബുദ്ധ കേരളം ആഗ്രഹിച്ചിരുന്നത് BJP-യുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള പ്രതികരണമായിരുന്നില്ല. വിളിച്ച സംഘടനാ സെക്രട്ടറി നെഞ്ചുവേദന കൊണ്ട് ആശുപത്രിയിലേക്ക് പോകണമായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി BJP ഇതിനെ നേരിടണമായിരുന്നു. അതുമല്ലെങ്കിൽ പുലർച്ചെ 4 മണിക്ക് ഉദ്യോഗസ്ഥരെ വിളിച്ചുണർത്തി തലയിൽ മുണ്ടിട്ട് പോകണമായിരുന്നു. നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല?
എന്റെ ശ്യാം ബാബു മടിയിൽ കനമുള്ളവനല്ലേ വഴിയിൽ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ വക ഇതിനൊക്കെ വലിയ പെരുന്നാൾ വന്നിട്ട് ഉപ്പാപ്പ പള്ളിയെ പോയിട്ടില്ല ശ്യാം ബാബു. ഞങ്ങൾക്ക് ഇതിനൊരു ഭയവുമില്ല. ഞങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ചെല്ലും. രാഷ്ട്രീയപരമായി തോൽപ്പിക്കുക, രാഷ്ട്രീയപരമായി പ്രതിസന്ധിയിലേക്ക് വലിച്ചിടുക, BJPയെ പൊതുജന സമക്ഷത്തിനകത്ത് മോശമായി ചിത്രീകരിക്കുക, ഇത്യാദി നാടകങ്ങളൊക്കെ ആയിട്ട് ഇവർ ഇതിനേക്കാൾ മുമ്പ് എത്ര തവണ വന്നിരിക്കുന്നു. കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷന് നേരെ ഇവർ എന്തെല്ലാം വിഷയങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനും ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷനും അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ. എന്താണ്? BJPയുടെ ഒരു പ്രവർത്തകന് പോലും, BJPയുടെ ഒരു നേതാക്കൾക്ക് പോലും ഈ കവർച്ചാ വിഷയവുമായി യാതൊരുവിധ ബന്ധങ്ങളുമില്ല. ഞങ്ങൾക്കത് ബന്ധപ്പെടേണ്ട ആവശ്യവുമില്ല. BJPയുടെ പണവുമല്ല. പിന്നെ ഇത് BJPയുടേതാണെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ ഏറ്റെടുക്കേണ്ട ബാധ്യതയും BJPയെ സംബന്ധിച്ചിടത്തല്ല. പിന്നെ അത് ഞങ്ങളിലേക്ക് കെട്ടിവെക്കാൻ നിങ്ങൾക്ക് താല്പര്യങ്ങളുണ്ടാവും. പല ആളുകൾക്കും അവരുടെ താല്പര്യങ്ങൾ അവരുണ്ടായിക്കോട്ടെ. ആ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഓരോ ദിവസം നോട്ടീസ് കൊടുത്ത് ഓരോരുത്തരെ വിളിച്ചവരൊക്കെ ചെല്ലുന്ന എന്താ പേടിക്കാതെ ഞങ്ങൾ അവിടെ ചെല്ലും. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ആവശ്യമുള്ളതാണ് എങ്കിൽ അതിന് മറുപടി പറയും. ആവശ്യമില്ലാത്തതാണ് എങ്കിൽ, അത് ഞങ്ങൾക്ക് അറിയാത്ത കാര്യമാണ് എങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയും. അത് ഞങ്ങൾ ആരെ പേടിക്കണം, ആരെ ഭയക്കണം? ഞങ്ങൾ ആ കാര്യത്തിനെ നട്ടല് വളയാതെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരു സംശയം കൂടാതെ അവിടെ അവർ വിളിച്ചാലില്ല. ആരെ വിളിച്ചോട്ടെന്നേ, ഞങ്ങൾക്ക് എന്താ ഭയം? ഈ കേരളത്തിനകത്ത് നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് BJP. ആ BJPയെ സംബന്ധിച്ചിടത്തോളം നിയമവാഴ്ചയെ അംഗീകരിക്കും. ആ നിയമവാഴ്ചയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ വിളിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന്റെ ഭാഗമായി ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ അവിടെ ചെല്ലുകയും ചെയ്യും. ചോദിച്ചറിയുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയാവുന്ന മറുപടി കൊടുക്കും. പിന്നെ അവർക്ക് ആഗ്രഹിക്കുന്ന മറുപടി കൊടുക്കണം. അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അത് പോകണം. അവർക്ക് കൊണ്ട് കെട്ടിക്കാനായിട്ട് ഒരു സ്ഥലം ഞങ്ങൾ കാണിച്ചു കൊടുത്ത് അതിലേക്ക് ഞങ്ങളെ കൊണ്ട് കെട്ടണമെന്ന് പറഞ്ഞാൽ അതിനൊക്കെ നിന്ന് നട്ടലും വളച്ച് റാൻമൂളികളായി നിന്നുകൊള്ളാൻ അതിന് സാധ്യമാകില്ല. അതിനൊന്നും ഒരു BJPക്കാരനെ കിട്ടൂല. BJPക്ക് അതിന്റെ ആവശ്യമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എത്ര മാധ്യമ പ്രവർത്തകർ ഏതെല്ലാം രീതിയിൽ വേട്ടയാടിയാലും അതിനു മുമ്പിലൊന്നും പഞ്ചപൂച്ച മടക്കി നിന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ഫ്രാക്ഷനിസമാണ്, മാധ്യമ സിൻഡിക്കേറ്റ് സ്വഭാവമുണ്ട് ഇതിനകത്ത്. രാഷ്ട്രീയ താല്പര്യമുള്ള ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ ഈ കേരളത്തിലെ BJPയെ തകർക്കണമെന്നുള്ള അജണ്ടയോടുകൂടി രംഗത്ത് വന്നതിന്റെ അടിസ്ഥാനമാണ് അവർ പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം നടപ്പിലാക്കിയിട്ടുള്ള വിവിധ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിൽ നിന്ന് വഴിതിരിച്ചു വിടുന്ന രാഷ്ട്രീയ നാടകങ്ങൾക്ക് മുമ്പിൽ ഒരു കാരണവശാലും കേരള ജനത അംഗീകരിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി ശ്യാം ബാബു നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ മാധ്യമങ്ങൾ പുറത്തുവിട്ട മാധ്യമം ഏതാണെന്ന് കൂടി ശ്യാം ബാബു പറ. പുറത്തുവിട്ട മാധ്യമം ഏതാണ് ശ്യാം ബാബു പറ. അവരോട് ആരാ പറഞ്ഞെന്ന് പറ. ആ പറഞ്ഞതിന് ഉത്തരവാദിത്തപ്പെട്ട ബോധമുള്ളവരുണ്ടോ എന്ന് നോക്ക്. അവരുടെ ഉത്തരവാദിത്തപ്പെട്ട സ്റ്റേറ്റ്മെന്റ് എവിടെ എന്ന് ചോദിക്കുക. ആ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾ വരുമ്പോഴും ഇവരൊക്കെ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തു പോവുകയാണ്. ഓരോ മാധ്യമ പ്രവർത്തകനും അവന് ഇഷ്ടമുള്ള രീതിയിൽ പറയുന്നു, അവന് ഇഷ്ടമുള്ള സാഹിത്യം വരുത്തുന്നു, അതനുസരിച്ച് ഡിബേറ്റുകൾ സെറ്റ് ചെയ്യുന്നു. ആ ഡിബേറ്റുകളിൽ മുഴുവൻ BJP വധമൊരുക്കുന്നു. അതിനകത്ത് BJP രാജ്യദ്രോഹ നയങ്ങളും അതുപോലെ രീതികളായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ പ്ലാൻഡ് പൊളിറ്റിക്സ് ആണ്. മാധ്യമത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ, BJPയെ തകർക്കാൻ, അതിലൂടെ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, വിവിധ കള്ളത്തരങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഇവർ നടത്തുന്ന രാഷ്ട്രീയ കുടലതന്ത്രങ്ങൾക്ക് മുമ്പിൽ BJPയെ തടുക്കാൻ പറ്റില്ല. BJPയെ തകർക്കാനും. അല്ലെ ഉല്ലാസേ, ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ധർമ്മരാജൻ പരാതി കൊടുത്തതാണ് ഒന്ന് ശ്രീ ഹസ്കർ ചൂണ്ടിക്കാണിച്ചത്. അതിൻ്റെ ഒരു കാലതാമസമുണ്ട്. രണ്ട്, ഈ ധർമ്മരാജന് എന്തിനാണ് താമസ സൗകര്യം ഒരുക്കി കൊടുത്തത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉയരുന്നത്. മറ്റൊന്ന്, ഈ പണത്തിൻ്റെ സോഴ്സ് തപ്പി പിണറായി സർക്കാർ പോകും. അദ്ദേഹത്തിൻ്റെ കയ്യിലാണല്ലോ പോലീസ് ഉള്ളത്. ഈ രാഷ്ട്രീയ വിരോധം തീർക്കണമെങ്കിൽ എനിക്ക് ശ്രീജിത്ത് പണിക്കരുടെ ഒരു വിലയിരുത്തലും കൂടി അക്കാര്യത്തിൽ വേണമേ. അന്വേഷണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിരോധം തീർക്കലാണ് ഉദ്ദേശമെങ്കിൽ ഇതിനോടകം തന്നെ പിണറായി സർക്കാരിനും പോലീസിനൊക്കെ, കേരള പോലീസിലൊക്കെ നല്ല ചൂടക്കൂട്ടന്മാരുണ്ടല്ലോ, അവർക്ക് ഇതിനോടകം തന്നെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ തമ്മിൽ തല്ല് എന്നുള്ള ഒരു ആരോപണവും ജില്ലാ നേതൃത്വത്തിൽ വലിയ രീതിയിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഭാഗം മാത്രം പണം കൈകാര്യം ചെയ്തത് കൊണ്ടുള്ള അമർഷമുണ്ട് മറ്റൊരു വിഭാഗത്തിന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ രീതിയിലുള്ള ഒരു സെറ്റ് ഓഫ് നെറേറ്റീവ് ഇങ്ങനെ നിൽക്കുകയാണ്. ഉല്ലാസേ, മറുപടി. BJP ജില്ലാ ഘടകത്തിൽ യാതൊരു തമ്മിൽ തല്ലുകളുമില്ല. ജില്ലാ അധ്യക്ഷൻ വളരെ വ്യക്തമായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ജില്ലാ ഘടകത്തിൽ ഇതുള്ള കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൂട്ടം അത് ചെയ്തു, ഇരു കൂട്ടം ഇത് ചെയ്തു, അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഈ മാധ്യമങ്ങൾക്ക് എന്തെല്ലാം അവർക്ക് ആഗ്രഹമുള്ളതും അവർക്ക് ഇഷ്ടമുള്ളതും അവർക്ക് ഇഷ്ടമില്ലാത്തവരെയും വ്യക്തിപരമായും വ്യക്തിഹത്യ ചെയ്തും രാഷ്ട്രീയപരമായി ഉപദ്രവിച്ചും ഒക്കെ അവർ ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ടാകും. അതിനൊന്നും മറുപടി പറയേണ്ട ബാധ്യത ഞങ്ങളെ സംബന്ധിച്ചെടുത്തില്ല. രണ്ട്,
ധർമ്മരാജന് റൂം എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊണ്ടുവന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ട് നേരം വൈകിട്ടുണ്ടാവാം, അദ്ദേഹത്തിന് കിടക്കാൻ ഒരു സൗകര്യം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. റൂം എടുത്തു കൊടുത്ത് ശ്യാംബാബു നാളെ തൃശ്ശൂരിൽ വന്നാൽ എന്നോട് പറയാൻ എനിക്ക് കിടക്കാൻ റൂം വേണമെന്ന് എടുത്തു തരുന്നേ. അതിനകത്ത് ശ്യാംബാബു ആ റൂമിനകത്ത് ഒരു സൗകര്യം ചോദിച്ചാൽ എനിക്ക് എടുത്തു തരണം, എന്താ തെറ്റുള്ളത്? അത് ശ്യാംബാബുമായിട്ട് ആത്മബന്ധമല്ലേ? ഹസ്കർജി വന്നാൽ കൊടുക്കൂലേ? ശ്രീജിത് ഭായ് വന്നാൽ കൊടുക്കൂലേ? അതിനകത്ത് യാതൊരു സംശയമില്ല. പിന്നെ ധർമ്മരാജൻ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പരാതി കൊടുത്തതെന്ന് ധർമ്മരാജനോട് നിങ്ങൾ ചോദിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സാമ്പത്തിക നഷ്ടവുമായി ബന്ധപ്പെട്ട് ഒരു സാമ്പത്തികം പോയാൽ വളരെ വ്യക്തമായിട്ട് ഇവിടെ നിൽക്കുന്നില്ലേ? അദ്ദേഹത്തിന്റെ പണമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലേ? അദ്ദേഹത്തിന്റെ പണമാണ് ഇത് എന്ന് അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത് കവർച്ച ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. ആ കവർച്ച ചെയ്തപ്പെട്ട പ്രതികളെ പിടിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് കണ്ടെത്തിയ പൈസയും ധർമ്മരാജൻ കൊടുത്ത പരാതിയുടെ പൈസയും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കേണ്ടതാണ്. നിയമപരമായ കാര്യങ്ങൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷെ അതൊക്കെ BJPയുടെ നെറുകിലേക്ക് വെച്ച് കിട്ടി കാവടി ആടിക്കണമെന്ന് നിങ്ങൾ കരുതിയാൽ അതൊക്കെ ഒരു വ്യാമോഹമായി മാറുകയുള്ളൂ. അല്ല, ഇത് പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ നറേറ്റീവ് ഇപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ അമിത്ഷാ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്, അപ്പം കെ സുരേന്ദ്രൻ വിളിക്കുകയാണ്, സാർ ഇങ്ങനെ ഒരു കുറച്ച് പൈസ ആവശ്യമുണ്ട്, ഇത്ര പൈസ വേണം. അപ്പോൾ അമിത്ഷാ അവിടെ നിന്ന് ഇങ്ങനെ എണ്ണീറ്റ് ശരി സുനിൽ നായിക്കിനെ വിളിച്ചിട്ട് ഇതാ കൊണ്ട കൊടുക്ക്, കുഴപ്പമായിട്ട് കൊണ്ട കൊടുക്ക്. ഈ രീതിയിലുള്ള ഒരു നറേറ്റീവാണ് കേരളത്തിലുള്ളത്. അപ്പോൾ നേരത്തെ ശ്രീജിത് പണിക്കർ ചോദിച്ച ചോദ്യം ഇത് കൃത്യമായി തന്നെ ഫോക്കസ് ചെയ്തിട്ട് അതിന് മറുപടി കൊടുക്കാൻ BJPക്ക് സാധിക്കുന്നുണ്ട്. എന്താണ് ശ്രീജിത് പണിക്കർ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് നേരെ ഉയർന്ന അനാവശ്യമായിട്ടുള്ള ഒരു ആരോപണത്തിൽ വളരെ വ്യക്തമായിട്ട് അതിന്റെ സംസ്ഥാന അധ്യക്ഷനും തൃശ്ശൂരിൽ നടന്ന വിഷയം എന്ന രീതിയിൽ തൃശ്ശൂരിലെ ജില്ലാ അധ്യക്ഷനും വളരെ വ്യക്തമായിട്ട് തന്നെ BJPയുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. BJPയുടെ നിലപാടുകൾ വ്യക്തമാക്കുന്ന സമയത്ത് ഞങ്ങളുടെ നേതാക്കന്മാർ ഒരു സംശയത്തിന് പോലും ഇടവരാതെ പറഞ്ഞിട്ടുണ്ട്, BJPയുടെ നേതാക്കൾക്കോ BJPക്കോ ഇതൊരു ബന്ധമില്ല, BJPയുടെ ഒരു പണവും നഷ്ടപ്പെട്ടിട്ടില്ല. ഇത് 40 തവണ പറഞ്ഞാലും 50ാമത്തെ തവണ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നേ എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് അത് ആർക്കാണ് ഇത്ര വിഷമം? നഷ്ടപ്പെട്ടു പോയ ആളുടെ പരാതി അവിടെയുണ്ട്, അന്വേഷണം നടക്കുന്നു. അദ്ദേഹം എന്ന് പരാതി കൊടുത്ത സമയവും തീയതിയും നാളും നക്ഷത്രവും ഒക്കെ നിങ്ങൾ അറിയണമെങ്കിൽ പരാതിക്കാരനോട് ചോദിക്കൂ. അദ്ദേഹം കൊടുത്ത പോലീസിനോട് നിങ്ങൾ ചോദിച്ചോളൂ. അതിന്റെ കാര്യം അദ്ദേഹത്തെ വിളിച്ചു. ഒരു നിമിഷം ഉല്ലാസ്, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. കാരണം ഉല്ലാസ് കൃത്യമായി തന്നെ പറയുന്നത് ഇങ്ങനെ വിട്ടുവിട്ടാണ് കേൾക്കുന്നത്. അതൊന്ന് ശരിയാക്കണം, വേഗത്തിൽ തിരിച്ചെത്താം. കാരണം ഉല്ലാസിൻ്റെ കൃത്യമായ അഭിപ്രായമാണ് നമുക്ക് അറിയേണ്ടത്. ഒന്ന് വേഗത്തിൽ പോയി തിരിച്ചെത്താം. ഒരു ചെറിയ ഇടവേള. ശ്രീജിത്തൊപ്പം തന്നെ ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ ഇടവേള. ശ്രീ ഉല്ലാസ് ബാബു, താങ്കൾക്ക് ആ ചോദ്യത്തിനുള്ള മറുപടി തുടരാം. അതിനുശേഷം ഞാൻ ശ്രീജിത് പണിക്കറിലേക്ക് പോകും. അല്ല, അതിനകത്ത് ശ്യാംബാബു ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം. BJPക്കകത്ത് തൃശ്ശൂർ ജില്ലക്കകത്തോ യാതൊരുവിധ കാരണവശാലുള്ള വേർതിരിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജില്ലാ അധ്യക്ഷൻ വളരെ വ്യക്തമായിട്ട് തന്നെ മാധ്യമങ്ങളുടെ ഞങ്ങളുടെ സ്റ്റാൻഡ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തോ യാതൊരുവിധ ഒരു നേതാക്കൾക്കെന്ന് മാത്രമല്ല BJPയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർക്കോ BJP പാർട്ടിക്കോ ഇതിനകത്തൊരു ബന്ധവുമില്ല. ഞങ്ങളുടെ പൈസയും പോയിട്ടില്ലെന്നേ. പിന്നെ നിങ്ങൾ ധർമ്മരാജൻ കൊടുത്ത പരാതി 2 ദിവസം കഴിഞ്ഞിട്ടാണോ കൊടുത്തത്? നിങ്ങൾ ചോദിക്കൂ ധർമ്മരാജനോട്. പരാതി എവിടെ നിങ്ങൾ കൊടുത്ത നക്ഷത്രവും തീയതിയും സമയവും ഒക്കെ നിങ്ങൾ ചോദിച്ചോളൂ. ഞങ്ങൾക്ക് അതിലൊരു വിരോധമില്ല. രണ്ടാമത്തെ കാര്യം, അത് മുഴുവൻ ഞങ്ങളുടെ നെഞ്ചിലേക്ക് കെട്ടിവെക്കണമെന്നും ഞങ്ങളത് തലയിൽ കെട്ടി കാവടിയാടണമെന്നും നിങ്ങൾ പറഞ്ഞാൽ അതിനൊക്കെ നിന്ന് തരാൻ സാധ്യമാകില്ല എന്ന്. മാധ്യമങ്ങൾക്ക് ഇഷ്ട രീതിയിൽ നിങ്ങൾ ഭംഗിയായി അതിനിങ്ങനെ തിരക്കഥ എഴുതി രചിച്ചിട്ട് കാര്യമില്ല. കാരണം BJP ബന്ധം പോലും ഇല്ലാത്ത ഒരു കാര്യത്തിൽ BJPക്ക് മറുപടി പറയുന്ന ഒരു പരിധിയില്ലേ? ബഹുമാനായ ശ്രീജിത് പണിക്കർ പറഞ്ഞു അത് BJP വ്യക്തമായിട്ട് സ്റ്റാൻഡ് വ്യക്തമാക്കണം. എന്താണ് ഇതിനകത്ത് വ്യക്തമാക്കാത്തത്? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഈ പണക്കവർച്ചയുമായി ബന്ധമില്ല. നമ്പർ 1. നമ്പർ 2, BJPയുടെ പണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നമ്പർ 3, ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ചേരിയുണ്ടെന്ന് നിങ്ങളാണോ നിശ്ചയിക്കുക? കേരളത്തിലെ മാധ്യമങ്ങളാണോ നിശ്ചയിക്കുക? മാധ്യമ സിൻഡിക്കേറ്റാണോ നിശ്ചയിക്കുക? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഞങ്ങളുടേതായിട്ടുള്ള നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളാണ് അത് കവർച്ച ചെയ്തത്, ഞങ്ങളാണ് എടുത്തതെന്ന് ഞങ്ങൾ പറയണമെന്ന് നിങ്ങൾ വാശി പിടിച്ചാൽ എന്തിനാണെന്ന് ഞങ്ങളത് പറയുന്നത്? ഞങ്ങൾക്ക് ഒരു പുലബന്ധം പോലും ഇല്ലാത്ത ഒരു കാര്യത്തിൽ മുഴുവൻ ഞങ്ങൾ അങ്ങനെ പറയണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കിട്ടാനുള്ള മാതിരി ഞങ്ങൾ പറയുമോ? അത് സാധ്യമാവില്ലല്ലോ. ഞങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പറയാനിരിക്കുന്നവരാണോ? ഞങ്ങൾക്ക് നിലപാടുകളില്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ സത്യസന്ധതയില്ലേ? ഞങ്ങളുടെ രാഷ്ട്രീയ ക്രെഡിബിലിറ്റി ഇല്ലേ? മാധ്യമങ്ങൾക്ക് ചോദ്യം ചെയ്യാനും മാധ്യമങ്ങൾക്ക് വ്യക്തിഹത്യ നടത്താനും മാധ്യമങ്ങൾക്ക് തോന്നിയ പോലെ കാണിക്കാനുള്ള ആളുകളാണോ കേരളത്തിനകത്ത് BJPയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ മുഴുവൻ, നേതാക്കന്മാർ മുഴുവൻ? അവിടെ ഞങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഞങ്ങൾ അതിന് മറുപടി പറയും. മറുപടി പറയേണ്ട രീതിയിൽ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇപ്പോൾ ഈ നിയമപരമായി നേരിടും എന്നൊക്കെ ഇന്ന് ശ്രീ കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം അത് ജനാധിപത്യ രീതിയിൽ അദ്ദേഹത്തിനുള്ള അവകാശം തന്നെയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിക്കും അതിന് അവകാശമുണ്ട്. കാരണം ഇപ്പോഴും കൃത്യമായി തന്നെ എന്താണ് BJPയായി ഇതിനെ ബന്ധിപ്പിക്കുന്ന ഒരു തെളിവ് പുറത്തുവിടാൻ അന്വേഷണ സംഘത്തിന് സാധിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. ശ്രീ ശ്രീജിത് പണിക്കർ,
ഈ ഡോളർ കടത്ത്, സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ കിടന്ന് ഇങ്ങനെ പുകയാണല്ലോ. മാത്രമല്ല വിലക്കയറ്റമുണ്ട്. ഇപ്പോൾ നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം ഏതാണ്ട് 38% വരെ കൂടി എന്നൊക്കെ ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട്. പിന്നെ ഒട്ടനവധി വാർത്തകൾ, ഇപ്പോൾ കൊറോണ പ്രതിരോധത്തിലെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു വശത്തുണ്ട്. ഇതിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ഹൈപ്പ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നിരിക്കെ ഈ ഡോളർ കടത്തിനും സ്വർണ്ണക്കടത്തിനും ഒക്കെ ഉള്ളൊരു ചെക്കാണോ ഈ പിണറായി സർക്കാരിൻ്റെ ഒരു ചെക്ക്മേറ്റ് പോലെയാണോ ഈ കൊടകര വിഷയം? അല്ല, അങ്ങനെ ഞാൻ കരുതുന്നില്ല ശ്യാം. അത് ഞാൻ അങ്ങനെ കരുതാതിരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെ പണം കണ്ടെടുത്തിരിക്കുന്ന ആ പണത്തിന്റെ മൂല്യമാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് ഇതൊരു കുഴൽപ്പണ കേസല്ല പ്രത്യക്ഷത്തിലെങ്കിൽ പോലും, അതൊരു റോബറി കേസാണ് എങ്കിൽ പോലും ആ പ്രതികളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന പണം തീർച്ചയായും അവിടെ പരാതിക്കാരനായിട്ടുള്ള ധർമ്മരാജൻ എന്നയാളിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 25 ലക്ഷത്തിന്റെ ഉത്തരവാദിത്തം മാത്രമേ അദ്ദേഹത്തിന് ഉള്ളൂ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നിയമപരമായും അദ്ദേഹത്തിന് അതിന്റെ ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും അദ്ദേഹം പറയുന്ന ആ ഒരു പ്രശ്നത്തെ പിന്തുടർന്ന് പോലീസ് പിടിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണം എന്ന് പറയുന്നത് അതിനേക്കാൾ വളരെ മൂല്യം കൂടിയതാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും ആ കേസ് എന്ന് പറയുന്നത് കെട്ടിച്ചമച്ചതാണ് എന്ന രീതിയിൽ ഞാൻ അതിനെ കരുതുന്നില്ല. കാരണം അത് അങ്ങനെ ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി ആ രീതിയിൽ പ്ലാൻ ചെയ്തതിനെ ഒരു അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം BJPയുടെ നിലപാടിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പൊതുസമൂഹത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള ഡെവലപ്മെന്റുകൾ കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം BJP മുമ്പുണ്ടായിരുന്ന നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡോളർ കടത്ത് വിഷയത്തിലാണെങ്കിലും സ്വർണ്ണക്കടത്ത് വിഷയത്തിലാണെങ്കിലും സ്വീകരിച്ചിരുന്ന ഒരു നിലപാടുണ്ട്. അല്ലെങ്കിൽ അത് എത്ര വളരെ ശക്തമായിട്ടാണ് ആ ഒരു വിഷയത്തിനെ എതിർത്തുകൊണ്ടിരുന്നത്, ഓരോ ദിവസവും പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്നത്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുള്ള മന്ത്രിമാരായിട്ടുള്ള ആൾക്കാരെ വിവരശേഖരണത്തിന് വിളിക്കുന്ന സമയത്ത് അവരോട് ഏത് രീതിയിലാണ് സമീപനം രാഷ്ട്രീയപരമായിട്ട് എടുത്തത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആൾ വരുന്ന സമയം മുതൽ തന്നെ അദ്ദേഹത്തെ പുറത്താക്കണമെന്നും അല്ലെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അന്വേഷണം എന്ന രീതിയിലും നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെ പറയുന്ന ധാർമ്മികത സ്വീകരിച്ച ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങളിൽ നിന്നുള്ള പല ആൾക്കാർ, അത് 2 ജില്ലാ ഘടകത്തിൽ നിന്നുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിലൊരു രാഷ്ട്രീയ ധാർമ്മികത എന്ന വശമുണ്ട്. ഒന്ന്. 2, ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം നേരത്തെ ശ്രീ ഹസ്കർ പറഞ്ഞിരുന്ന 2 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നിലനിൽക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ പണം 2 ലക്ഷത്തിന് മുകളിലാണെങ്കിലും ബാങ്കിൽ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്യാം. നമ്മൾ അതിനൊരു ഡിക്ലറേഷൻ കൊടുക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ നിയമപരമായിട്ട്. നമ്മുടെ പണം 2 ലക്ഷത്തിന് മുകളിലുള്ള പണം തരാൻ കഴിയില്ല എന്നൊരു ബാങ്കിനും പറയാനും കഴിയില്ല. അതുകൊണ്ട് സ്വാഭാവികമായും വിഡ്രോവൽ എന്നുള്ളത് അവിടെ സാധിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് വളരെ പ്രസക്തമാണ്. അതായത് ഈ പ്രശ്നം നടന്നതിന് ശേഷം 4 ദിവസത്തെ കാലതാമസം ആ FIR ഫയൽ ചെയ്യുന്നതിന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതൊരു ഗുരുതരമായിട്ടുള്ള വിഷയമായിട്ട് തന്നെ കാണേണ്ടതാണ്. കാരണം അത് മുമ്പും സുപ്രീം കോടതിയുടെ തന്നെ റൂളിംഗ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ആന്ധ്രാപ്രദേശ് വേഴ്സസ് മധുസൂദൻ റാവു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസിൽ വളരെ പ്രകടമായിട്ട് സുപ്രീം കോടതി അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു കേസ് FIR ഇടുന്നതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന കാലതാമസം എക്സ്പ്ലെയിനബിൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു? ഇപ്പൊ 4 ദിവസമാണെങ്കിൽ ആ 4 ദിവസത്തെ വൈകിരിക്കുന്ന, മുമ്പ് പല കേസുകളിലും 3 മണിക്കൂർ വൈകിരിക്കുന്നതിനെ പറ്റി കോടതികളിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പോലീസ് സ്റ്റേഷന് സമീപത്ത് നടന്നിരുന്ന ഒരു ക്രൈം എന്തുകൊണ്ട് FIR ഫയൽ ചെയ്യാൻ 3 മണിക്കൂർ താമസിച്ചു എന്ന രീതിയിൽ തന്നെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കേസിൽ സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണം എന്തുകൊണ്ടാണ് കാലതാമസം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അത് ആ കംപ്ലൈനന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയായിട്ടാണ് കരുതുക. അപ്പൊ ഈ ഒരു വിഷയത്തിൽ നമ്മൾ നോക്കൂ, ഞാൻ പണം കൊണ്ടുപോകുന്നു, എന്റെ കയ്യിൽ നിന്നുള്ള 25 ലക്ഷം രൂപ കാണാതെയാകുന്നു. അങ്ങനെ കാണാതെയാകുന്ന സമയത്ത് ഞാൻ ചെയ്യേണ്ടുന്ന പ്രഥമമായിട്ടുള്ള കാര്യം സ്വന്തം നിലയ്ക്ക് നമുക്ക് അന്വേഷിക്കാമായിരിക്കും. പാർട്ടിയിൽ സ്വാധീനമുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞിട്ട് അന്വേഷിക്കാനായിട്ട് ശ്രമിക്കുമായിരിക്കാം. പക്ഷേ പാരലലി ഞാൻ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അതിനെപ്പറ്റിയുള്ള കംപ്ലൈന്റ് കൊടുക്കുക എന്നുള്ളതാണ്. ആ കംപ്ലൈന്റ് കൊടുക്കാൻ മണിക്കൂറുകൾ താമസമുണ്ടായാൽ, ദിവസങ്ങൾ താമസമുണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് വ്യവഹാര നടപടി വരുന്ന സമയത്ത് ഒരു ചോദ്യം ഉണ്ടാകും. ഇത്രയും വലിയ ഒരു തുക നിങ്ങൾ കൈമാറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടം വരുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ഒരു വിഷയം. ഇനി രണ്ടാമത്തെ BJPയുടെ ഒരു വിഷയം ഇതിലുണ്ട്. കാരണം ഈ ധർമ്മരാജൻ എന്ന് പറയുന്ന ആൾ സംഘപരിവാർ പ്രസ്ഥാനത്തിന് വേണ്ടപ്പെട്ടയാളാണ് എന്നുള്ള കാര്യത്തിനെ പറ്റി BJPയിൽ ആരും തന്നെ എതിർക്കുന്നില്ല. അപ്പൊ ഇവിടെ ശ്രീ ഉല്ലാസ് തന്നെ പറഞ്ഞതുപോലെ
ശ്രീ ഹസ്കറോ അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ ശ്യാം ബാബുവോ തൃശ്ശൂരിൽ ഒരു ആവശ്യത്തിന് ചെല്ലുകയാണ് എങ്കിൽ സ്വാഭാവികമായും നമുക്ക് പരിചയമുള്ള ആൾക്കാരോട് പറഞ്ഞാൽ നമുക്കൊരു അക്കോമഡേഷൻ ശരിയാക്കി തരും. അത് ശരി തന്നെയാണ്. അപ്പൊ അവർക്ക് വേണ്ടപ്പെട്ട ഒരാളിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത് ശ്രീ ധർമ്മരാജനും ആപ്ലിക്കബിൾ ആണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ 25 ലക്ഷം രൂപയുടെ മെറിറ്റ് എന്താണ് എന്നുള്ളത് പറയുന്നതിന് പാർട്ടിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഇരിക്കുന്ന ഒരാളിന്റെ കയ്യിൽ ഇത്രയും പണം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങളിലുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ നാളെ സംസ്ഥാനതല നേതാക്കന്മാരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യവും ഉണ്ടാവുകയാണ് എങ്കിൽ ഈ 25 ലക്ഷം രൂപയുടെ മെറിറ്റ് എന്താണ് എന്ന് പറയാനുള്ള ഒരു ധാർമ്മികത കൂടി പാർട്ടിക്കുണ്ട്. ഈ പണം വൈറ്റ് മണിയാണ് എന്ന് പാർട്ടി കരുതുന്നുണ്ടോ? പാർട്ടി തെരഞ്ഞെടുപ്പ് സാമഗ്രികളും കാര്യങ്ങളും മാത്രമാണ് കൊണ്ടുവരാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നത് എന്നുള്ള വാദം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അതോടൊപ്പം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും വലിയ ഒരു തുക ആ ആവശ്യത്തിന് വേണ്ടി വന്നിരുന്ന ഒരാളിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റി പാർട്ടി ഒരു വിശദീകരണം നൽകണം. ഇനി ആ പണം ജനുവിനായിട്ട് സോഴ്സ് ഉള്ള പണമാണ് എന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട് എങ്കിൽ അത് BJPക്കും ആ അഭിപ്രായമുണ്ടോ എന്നുള്ളത് അറിയാൻ പൊതുസമൂഹത്തിന് അവകാശമുണ്ട്. ഇനി അതല്ല എങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാത്രമായിട്ടുള്ള 25 ലക്ഷം രൂപയാണ് എങ്കിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ കൊണ്ടുവരാൻ വേണ്ടി അതിന്റെ ഭാഗമായിട്ടാണല്ലോ താമസ സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പ് കാര്യത്തിന് വേണ്ടിയിട്ട് വരുന്ന ഒരാളിന് വേണ്ടിയിട്ട് ഏർപ്പെടുത്തി അയാൾ കോഴിക്കോട് നിന്നൊരു സാധനം കൊണ്ടുവരുന്ന സമയത്ത് തൃശ്ശൂര് അയാൾക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കുമ്പോൾ അയാളുടെ കയ്യിൽ 25 ലക്ഷം രൂപ ഉണ്ടായിരുന്നുവെങ്കിൽ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന് 2-3 ദിവസം മുൻപ് ഇത്രയും തുക ഇലക്ഷൻ കമ്മീഷന്റെ നോട്ടിഫിക്കേഷനുകൾക്ക് വിരുദ്ധമായി കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ബാധ്യത BJPക്കുണ്ട്. കാരണം ഈ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് BJP ആണ്. അപ്പോൾ പണം സോഴ്സ് ഉള്ളതാണോ? സോഴ്സ് ഉള്ളതല്ല എങ്കിൽ അതിനെ തള്ളിപ്പറയാനുള്ള ബാധ്യതയും BJPക്കുണ്ട്. ഇതുവരെയും ഈ പരാതിക്കാരനായിട്ടുള്ള ധർമ്മരാജൻ എന്ന് പറയുന്ന ആളിനെ BJP തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനോ അതിന്റെ അധ്യക്ഷനോ ഒരു വിശദീകരണം നൽകാൻ ഈ സമയത്തും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഈ വിഷയത്തിൽ കാണുന്ന. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ അതൊരു ജെന്യുവൻ കൺസേൺ ആണെന്ന് തോന്നുന്നു. ശ്രീ ഉല്ലാസ് ബാബു, ശ്രീ ഹസ്കർ, ഞാൻ വരാം ഒരു നിമിഷമായി. ഇപ്പോഴും ഈ വിഷയത്തിൽ അത്തരത്തിലേക്കൊരു നിലപാടിലേക്ക് പോകാൻ ഇപ്പോൾ ഇന്നും ശ്രീ കെ സുരേന്ദ്രൻ അങ്ങോട്ട് പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJPയുടെ സംഘടനാ സെക്രട്ടറിയെ വിളിച്ചത് കവർച്ചാ കേസുമായി ബന്ധപ്പെട്ടാണോ? നിയമവിരുദ്ധമായി ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. 20-ലധികം പ്രതികൾ പിടിയിലായി. പക്ഷേ മറ്റു പ്രതികളെ പറ്റിയൊന്നും അന്വേഷണം നടക്കുന്നില്ല. പോലീസ് എന്താണ് ചെയ്യുന്നത്? BJPയുടെ തലയിൽ കെട്ടിവെക്കാൻ ആസൂത്രിത നീക്കമോ എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ശ്രീ ഉല്ലാസ് ബാബു, മറുപടി. ഇതില് ബഹുമാന്യ ശ്രീജിത്ത് പണിക്കർ ഉന്നയിച്ച നിരവധി കാര്യങ്ങൾ. ശ്രീജിത്ത് പണിക്കർ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. യെസ്, ഉല്ലാസിലേക്ക് തിരിച്ചെത്താം. ഒരു ചെറിയ ഇടവേള, പെട്ടെന്ന് തിരിച്ചെത്താം. ഇടവേള.